നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കള്ളിക്കാട് പെരുങ്കുളങ്ങരയിൽ അഭിഭാഷകന്റെ വീട്ടിൽ ഒരു സംഘം അക്രമം നടത്തി. അഭിഭാഷകനായ ശ്രീജിത്തിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം ജനാല ചില്ലുകളും തകർത്തു. ശ്രീജിത്തിന്റെ വീട്ടിൽ പാട്ട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അക്രമം ഉണ്ടായതെന്നാണ് വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ശ്രീജിത്തും ഭാര്യയും മകളുമാണ് ഇവിടെ താമസിക്കുന്നത്. തങ്ങൾക്കിവിടെ ജീവിക്കാനാകാത്ത വിധം ചിലർ പെരുമാറുന്നതായി ശ്രീജിത്ത് പറഞ്ഞു. സംഭവവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഞാൻ കാട്ടാക്കട നെയ്യാറ്റിൻകര കോടതിയിലെ വക്കീലാണ്. അപ്പം കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ വീട്ടിൽ ഒരു 5 പേര് അതിക്രമിച്ച് കയറുകയും ഇവിടെ വന്ന് ഡോറ് ചവിട്ടി പൊളിക്കുകയും ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് ഇവിടെ വന്ന് ഒത്തിരി വിഷയങ്ങളുണ്ടാക്കി എൻ്റെ ഭാര്യനെയും കൊച്ചിനെയും എല്ലാം ചീത്ത വിളിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫൂട്ടേജും കാര്യങ്ങളെല്ലാം നമ്മുടെ ഫ്രണ്ടിൽ CCTV ഉണ്ട്, അതിൽ റെക്കോർഡറാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇത്തരം ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും പോലീസ് അധികാരികൾ ഇവിടെ വന്നു. അന്നേരത്തേക്ക് ഈ വന്ന വ്യക്തികളെല്ലാം ഇവിടുന്ന് മാറി. പക്ഷേ പോലീസ് രാത്രി തന്നെ അവരെ കണ്ടുപിടിച്ച് ഓൾറെഡി ഇപ്പം നിലവിൽ നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ശരിക്കുള്ള റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും ഇവിടെ ഉള്ള ഒരു വ്യക്തിയല്ല. ഞാൻ അമ്പൂരിൽ നിന്ന് താമസം മാറി വന്നതാണ്. ഒരു 3 വർഷമായിട്ട് ആണ് ഞാനിവിടെ സ്ഥലം വാങ്ങിച്ച് താമസിക്കുന്നത്. അപ്പം ഈ ചുറ്റുപാടുള്ള വ്യക്തികളെല്ലാം ഇവർ റിലേറ്റീവ്സും അവരുടെ ജാതിപരമായിട്ടുള്ള മതപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഒന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ടിടുമ്പോൾ ഇവർ വീട്ടിൽ നിരന്തരമായിട്ട് വന്ന് വീട്ടിൻ്റെ മുൻവശത്ത് നിന്ന് പ്രശ്നമുണ്ടാക്കുകയും ഞാനില്ലാത്ത സമയത്ത് എൻ്റെ ഭാര്യയോട് വളരെ മോശമായിട്ട് കമൻറ്റുകൾ, അതായത് അവർ നേരിട്ട് പറയാതെ ഒരു ഫോണൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഇവിടെ സത്യത്തിൽ വീട് വിറ്റ് പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്, FIR ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നടപടിക്രമങ്ങൾ നല്ല രീതിയിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു. വളരെ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിൽ ഞാൻ നിൽക്കുകയാണ്. കാര്യം നമ്മളൊരു അഡ്വക്കേറ്റായിട്ട് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഗേറ്റിനുള്ളിൽ നമ്മുടെ വീടിനുള്ളിൽ കയറി വരാനുള്ള ധൈര്യം കാണിക്കുന്നു. അപ്പം സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാനാണെങ്കിലും മോളാണെങ്കിലും ഭയങ്കര ടെൻഷനിലിരിക്കുവാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം അവരുടെ കയറി വരവും അവരുടെ സംസാര രീതിയും കാര്യങ്ങളും അങ്ങനെയായിരുന്നു. നമ്മുടെ ഇത്രയും സെക്യൂർഡ് ഒരു വീടാണെങ്കിൽ പോലും അവർ ഗേറ്റ് ചവിട്ടി തുറന്നാണ് അകത്ത് കയറി വന്നത്. മോൾ അവിടെ റൂമിൽ താഴെയാണ് കിടക്കുന്നത്. വിൻഡോയുടെ അവിടെ അവരവിടെ വന്നിട്ട് പ്രശ്നമാക്കി. വിൻഡോ അടച്ചതിനാണ് അവർ ആ ഗ്ലാസ് പൊട്ടിച്ചിതാക്കിയത്. പിന്നെ ഇപ്പം ഇവിടെ ഉള്ളത് മുഴുവൻ അവരുടെ റിലേറ്റീവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാലും നമ്മുടെ വോയിസിന് ഇവിടെ ഒരു വിലയില്ലാത്ത അവസ്ഥയാണ്. നമുക്ക് പറയാനുള്ള വോയിസ് ഇല്ല ഇവിടെ. അവരുടെ ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. നമ്മളിവിടെ വന്ന് താമസിക്കുന്നതാണ്. നമുക്കിവിടെ ജീവിക്കണ്ടേ? ഇപ്പോൾ ഇവിടെ ഇത്രയും നല്ലൊരു വീട് വെച്ച് പോയി എല്ലാം ചെയ്തു പോയി നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടുന്ന് പോകാൻ വേറെ ഓപ്ഷനും ഇല്ല. പിന്നെ ഉള്ളത് ഇവിടെ കുറച്ച് ഫ്രണ്ടിൽ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. പയ്യന്മാർ മുഴുവൻ അവിടെ വന്നിരുന്ന് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം അവന്മാർ കമൻറ്റ് പറയും. പിന്നെ കുറേ അല്ലെങ്കിൽ ഇവിടെ ചേട്ടൻ ഇല്ലെങ്കിൽ മാത്രം ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ പയ്യന്മാർ വന്നിട്ടിരുന്ന് കമൻറ്റ് പറച്ചിൽ. അത് ടൈമെന്നില്ല, 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം തീരുന്ന 9 മണി 10 മണി ആ ടൈമിലായിരിക്കും. ഞങ്ങൾക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റൂല. എനിക്ക് മോളിനാളും വെളിയിൽ ഇറങ്ങാൻ പറ്റൂല. ഇപ്പോൾ ചേട്ടൻ്റെ ജോലി കാര്യങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വരും.